എന്താണ് മീ ടു അല്ലെങ്കിൽ ടൈംസ് അപ്പ് അല്ലെങ്കിൽ WCC? ഇന്ന് നമ്മൾ മലയാള സിനിമാ രംഗത്ത് നടികളുടെ ഒരു കൂട്ടായ്മ ആണ് വിമൻ ഇൻ സിനിമ കളക്റ്റീവ്. ആ കൂട്ടായ്മയുടെ പ്രവർത്തന ഫലമായി അവിടെ ഗവൺമെൻറ് അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ പറ്റി ഒരു കമ്മിറ്റിയെ നിയോഗിച്ചതായിട്ട് നമ്മൾ കണ്ടു. അതിൻ്റെ റിപ്പോർട്ട് ഗവൺമെൻറ് വന്നു. അതിനകത്ത് പലരും പീഡിപ്പിക്കപ്പെട്ട വിവരങ്ങളും സെക്ഷുവലായിട്ട് അവരെ അബ്യൂസ് ചെയ്ത വിവരങ്ങളും തിക്തഫലങ്ങളുമൊക്കെ അതിനകത്ത് വന്നു. ആ റിപ്പോർട്ട് ഗവൺമെൻറ്റിൽ പോയി. അത് ഇപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുകയാണ്. നമ്മൾക്ക് എല്ലാവർക്കും ഇതറിയാം. പക്ഷേ WCC അഥവാ വിമൻ ഇൻ സിനിമ കളക്റ്റീവ് അവർ സംഘടിച്ചതുപോലെ അമേരിക്കയിലെ 2017 അവിടുത്തെ ഏറ്റവും വലിയ പ്രൊഡ്യൂസറായ ഹാർവി വെയിൻസ്റ്റ് എന്നയാള്, അയാളുടെ മിറാമാക്സ് എന്ന സ്റ്റുഡിയോ, അയാളെ ഒഴിവാക്കി ഹോളിവുഡിൽ ഒരു സിനിമയും നിർമ്മിക്കാൻ പറ്റില്ല. അതിശക്തനായ ആളാണ്. എല്ലാ നടിമാരും നടന്മാരും അദ്ദേഹത്തിനെ താന്ന് വണങ്ങി ജീവിച്ചെങ്കിലേ പറ്റുള്ളൂ. അദ്ദേഹം ഒന്ന് രണ്ട് നടികളെ പീഡിപ്പിച്ചു. വലിയ വാർത്തയായി. ന്യൂയോർക്ക് ടൈംസും ന്യൂയോർക്കറും ഈ രണ്ട് പത്രങ്ങൾ വിപുലമായ പബ്ലിസിറ്റി കൊടുത്തു. അതാണ് പിന്നീട് ടൈംസ് അപ്പും മീ ടു ഒക്കെ ആയിട്ട് വന്നത്. ഈ പത്രവാർത്ത വന്നതോടുകൂടി ഈ രണ്ട് നടികളെതിരായി ചില അയാളുടെ ശക്തി ഉപയോഗിച്ചിട്ട് ചില എതിർപ്പുകളൊക്കെ വന്നപ്പോൾ പ്രമുഖ നടികളായ ഹോളിവുഡിലെ ഏറ്റവും പ്രമുഖ നടിയായ അഞ്ജലീന ജോളി, അവരുടെ ധാരാളം സിനിമ നമ്മൾ കാണുന്നുണ്ട്, അവരും പ്രമുഖ സംവിധായകയായ ഗിന്നത്ത് പാട്രി, ഇവർ രണ്ടുപേരും ആ അനുഭവിച്ച അല്ലെങ്കിൽ സെക്ഷൽ അസോൾട്ട് ചെയ്ത അവരുടെ ഒപ്പം അവർക്ക് സപ്പോർട്ട് ചെയ്ത് ട്വീറ്റ് ചെയ്തു. അത് അമേരിക്കയിൽ വലിയ വാർത്തയായി. ഹോളിവുഡിലെ മിറാമാക്സ് എന്ന സ്ഥാപനത്തിൻ്റെ ഉടമയാണ് ഹാർവി വെയിൻസ്റ്റ്. അത്ര ശക്തനായ ആൾക്കെതിരെ ഹോളിവുഡ് കൺട്രോൾ ചെയ്യുന്നത് തന്നെ അയാളായിരുന്നു. അയാൾക്കെതിരായിട്ട് ഇങ്ങനെ ഒരു നീക്കം നടത്താൻ നിവൃത്തിയില്ലാതെ ഏറ്റവും ലീഡിങ് നടിയായ അഞ്ജലീന ജോളിയും ഏറ്റവും അറിയപ്പെടുന്ന സംവിധായകയായ ഗിന്നത്ത് പാട്രയും അവർ രംഗത്ത് വന്നതോടെ രംഗം ചൂടായി. അപ്പം ആ നടിമാർക്കൊപ്പം മറ്റു നടിമാരും രംഗത്ത് വന്ന് അവർക്കുണ്ടായ തിക്താനുഭവങ്ങളൊക്കെ പറയാൻ തുടങ്ങി. ആഷ്ലി ജൂഡ്, കാര ഡെലവിൻ, ഹിദർ ഗാർഹാം, ലൂസിയ ഇവാൻസ്, ലിയ സെയ്ഡ്, റോസ് മാഗന, ആസിയ അർജന്റീന, അംബ്ര ഗ്രാൻഡറസ് എന്നീ നടിമാര്, ലീഡിങ് നടിമാരാണ് ഇവരെല്ലാം. അവരെല്ലാം അഞ്ജലീന ജോളിയുടെ ഒപ്പം ചേർന്നു. അവർ രംഗം വന്ന് അവര് ഇവിടുത്തെ WCC പോലെ ടൈംസ് അപ്പ് എന്നൊരു സംഘടന അവിടെ രൂപീകരിച്ചു. അത് വലിയ നടിമാരുടെ കൂട്ടായ്മയായി മാറി. നമ്മുടെ WCC പോലെ അമേരിക്കയിലെ ഹോളിവുഡില് അവര് ടൈംസ് അപ്പ്, ടൈം ഈസ് അപ്പ് എന്നാണ്, ടൈംസ് അപ്പ് എന്നുള്ളതിന് ഇതാ സമയമായിരിക്കുന്നു എന്ന ഒരു സംഘടന ഹോളിവുഡ് നടികളും അവിടുത്തെ സംവിധായകരും ലേഡി സംവിധായകരും എല്ലാം കൂടെ കൂടി അവർ രൂപീകരിച്ചു. വലിയ വാർത്തയായി. സോഷ്യൽ മീഡിയയിൽ 2017 വ്യാപകമായി ഈ വാർത്ത ടൈം ഈസ് അപ്പ്, സൂക്ഷിച്ചോളൂ സമയം ആഗതമായിരിക്കുന്നു എന്ന് പറഞ്ഞപ്പം അതിൻ്റെ അടിയിലെ മീ ടു, എനിക്കും ഞാനും പിടിക്കപ്പെട്ടവർ ഓരോരുത്തർ മീ ടു METOO മീ ടു എന്ന് അവരതിന് അടിയിൽ കമൻ്റ് ഇടാനും ഹാഷ്ടാഗ് ഇടാനും ഒക്കെ അങ്ങ് തുടങ്ങി. ഇതാണ് ടൈം ഈസ് അപ്പിൻ്റെ ആ സംഘടനയ്ക്ക് കീഴിലെ പീഡിപ്പിക്കപ്പെട്ട പലരും മീ ടു, എനിക്ക് അനുഭവം ഉണ്ടായി METOO. ആ മീ ടു ആണ് അലിസ മിലാനോ എന്ന ഒരു നടിയാണ് ആദ്യമായിട്ട് അതിനടിയിൽ മീ ടു, എനിക്കും ഈ അനുഭവം ഉണ്ടായി എന്ന്. തുടർച്ചയായിട്ട് മീ ടുവിൻ്റെ സോഷ്യൽ മീഡിയയിൽ പലരും അങ്ങ് വന്നു. അതങ്ങ് വൈറലായി.
മീറ്റു അതിനകത്ത് ലൈംഗികാതിക്രമം കിട്ടിയ നടിമാരെല്ലാവരും അതിനടിയിലിട്ട് അവരുടെ ജീവിതം അല്ലെങ്കിൽ അവരുടെ അനുഭവം അല്ലെങ്കിൽ എനിക്കും ഉണ്ടായി എന്നുള്ള അർത്ഥത്തിൽ മീറ്റു എന്ന് പറഞ്ഞ് അങ്ങ് വന്നു. ആദ്യത്തെ ഏതാനും മണിക്കൂറിൽ 2 ലക്ഷം പേരാണ് മീറ്റു എന്ന് പറഞ്ഞ് അതിൻ്റെ സോഷ്യൽ മീഡിയയിൽ അവരുടെ കമൻ്റ് ഇട്ടത്. ഒരു ദിവസം പിന്നിട്ടായപ്പോൾ ഏകദേശം 5 ലക്ഷം പേരായി. ഫേസ്ബുക്കിൽ 24 മണിക്കൂറിനകം മീറ്റു 47 ലക്ഷം പേരാണ്. അവർക്കുണ്ടായ ലോകം മുഴുവനുള്ള നടിമാര് അതിനോട് ചേർന്നു. പിന്നീടാണ് ഹാഷ്ടാഗ് ഇട്ടത്. ഹാഷ്ടാഗ് ഇട്ടവര് 1.25 കോടി ജനങ്ങളാണ്. 1.25 കോടി ആൾക്കാർ വിക്ടിംസ് ആകാം, അല്ലാതെ പലരും വിക്ടിംസ് ആകാം. മീറ്റു സെക്ഷൽ അബ്യൂസ് എവിടൊക്കെ നടക്കുന്നോ അതെല്ലാം മീറ്റുവിലേക്ക് കയറി ഇറങ്ങി വന്നു. ആളുകൾ അത് ശ്രദ്ധിക്കപ്പെട്ടു. അങ്ങനെയാണ് ആ മീറ്റുവിൻ്റെ ഒരു വകഭേദം തന്നെയാണ് നമ്മുടെ ഇവിടെ ഈ WCC എന്ന പേരിൽ വന്നത്. അലീസ മിലാനോ എന്ന നടിയാണ് മീറ്റു തുടങ്ങി വെച്ചത്. അതിൻ്റെ കാരണക്കാർ അവരാണ്. പ്രൊഡക്ഷൻ അസിസ്റ്റൻ്റായ മിമി ഹാലേലിയ 2006 പിടിക്കപ്പെട്ടു. 2013 പുതുമുഖ നടി ജെസിക്ക മാനും പിടിക്കപ്പെട്ടു. ഈ പീഡിപ്പിച്ച കേസിൽ ആണ് അമേരിക്കയിലെ ഏറ്റവും വലിയ പ്രൊഡ്യൂസറായ വെയിൻസ്റ്റീൻ എന്ന വ്യക്തി അറസ്റ്റ് ചെയ്യപ്പെട്ടത്. അത് 2020 അദ്ദേഹത്തിന് ആ കേസ് അദ്ദേഹത്തിൻ്റെ ശക്തി കൊണ്ട് അമേരിക്കയിൽ നീണ്ടു പോയെങ്കിലും 2020 അദ്ദേഹത്തിന് 21 വർഷത്തേക്ക് ശിക്ഷിച്ചു. എന്നാൽ 2024 അദ്ദേഹം ന്യൂയോർക്ക് കോടതിയിലെ അപ്പീൽ കോടതിയിലെ അത് റദ്ദാക്കിയെങ്കിലും അതിൻ്റെ പുനർവിചാരണ തുടങ്ങാനാണ് അമേരിക്കയിലെ അപ്പീൽ കോടതി പറഞ്ഞത്. പക്ഷെ അദ്ദേഹം ഇപ്പം ജയിലിലാണ്. 2020 മുതൽ അദ്ദേഹം ജയിലിൽ കിടക്കുകയാണ്. അപ്പം മീറ്റുവിൻ്റെ പ്രാധാന്യം അമേരിക്കയിൽ എന്താണെന്ന് അവിടുത്തെ സിനിമ പ്രൊഡ്യൂസർമാർക്കും നടന്മാർക്കും അവിടുത്തെ ഡയറക്ടേഴ്സിനും സിനിമ സംവിധായകർക്കും ആ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം മനസ്സിലായി. എന്നെ ലോകത്തിലെ ഹോളിവുഡിലെ പ്രമുഖ നടിമാരൊപ്പം ലോകം മുഴുവൻ അറിയപ്പെടുന്ന കെറി വാഷിങ്ടൺ എന്ന സിനിമാ നടിയും നിക്കോൾ കിഡ്മാൻ, റീസ് വിതർസ്പൂൺ, ആഷ്ലി ജൂഡ് എന്ന പ്രശസ്തരായ നടികളെല്ലാം അവരോടൊപ്പം ചേർന്നു. ലോകം മുഴുവൻ ഇപ്പോൾ ആ മീറ്റു ഒരു ശക്തി തന്നെയാണ്. ടൈംസ് അപ്പ് എന്ന് പറഞ്ഞ അവരുടെ തുടങ്ങിയ ആ ഒരു സംഘടന, അതിനകത്ത് മീറ്റു എന്ന് ആഡ് ചെയ്തവരെല്ലാം ഇപ്പോൾ മീറ്റു എന്ന് പറഞ്ഞ സംഘടന വളരെ പ്രബലമായി. എന്ന് പറഞ്ഞ പോലെ മലയാള സിനിമയിലെ ഇവിടുത്തെ തിക്തപനവം അനുഭവിച്ച ഇവിടുത്തെ ചില 10-15 ഗ്രൂപ്പുകളായ മലയാള സിനിമയെ നയിച്ചിരുന്ന അവരുടെ കീഴിൽ കിടന്ന പലരും ഇന്ന് പുറത്തു വന്നിരിക്കുന്നു. നമുക്ക് എന്തായാലും ഇവിടെ WCC സ്ട്രോങ് ആയി. മലയാള സിനിമയെ ഇനി മുന്നോട്ടുള്ള ഗമനത്തിൽ WCC ഇല്ലാതെ ഒരു കാര്യവും നടക്കില്ല എന്നൊരു പരിസ്ഥിതി വന്നു. ആരൊക്കെയാണ് ഇവരെ പീഡിപ്പിച്ചത്, ആരൊക്കെയാണ് സെക്ഷുവലായിട്ട് ഇവരെ അബ്യൂസ് ചെയ്ത്, ഏതൊക്കെ വിധത്തിലാണ് പീഡിപ്പിച്ചത്, അതിനൊക്കെ പരിഹാരം ഉണ്ടാകാൻ ഹേമ കമ്മിറ്റി എന്ന് ഗവൺമെന്റ് നിയോഗിച്ച കമ്മിറ്റിയുടെ റിപ്പോർട്ട് എത്തിക്കഴിഞ്ഞു. നമുക്ക് ഇപ്പോഴും താൽക്കാലികമായി അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് ഒരു പ്രതിവിധി എന്ന കണക്കിൽ അതിനകത്ത് വന്നിരിക്കുന്ന കാര്യങ്ങൾക്ക് പ്രതിവിധി സർക്കാർ ഉണ്ടാക്കിയേ പറ്റുള്ളൂ. കോടതിയുടെ ശ്രദ്ധയെ വന്നിരിക്കുന്നു. പല പ്രമുഖ നടന്മാരും ഒളിച്ചോടിക്കഴിഞ്ഞിരിക്കുന്നു. പല നടന്മാരും എതിരായി കേസുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് മലയാള സിനിമയിലെ അബ്യൂസ് ചെയ്തതും അതുപോലെ ദിലീപ് പോലെ ചില നടിമാരോടുള്ള പ്രവർത്തനം നടത്തിയവരെതിരായി അങ്ങനെയുള്ള കഥാപാത്രങ്ങൾക്കും നടന്മാർക്കും പ്രൊഡ്യൂസർമാർക്കും സംവിധായകർക്കും ഒക്കെ എതിരായി കേസ് വരുന്ന ഒരു രംഗം മലയാള സിനിമയിൽ അത് ഇന്ത്യ മുഴുവൻ വ്യാപിക്കും. ഇന്ത്യയിലെ ഇവിടെ ബോംബെയിലും ചെന്നൈയിലും ഹൈദരാബാദിലും ഇന്ത്യയുടെ ബംഗാളിലും എല്ലാ സിനിമാ മേഖലയിലും ഇതിൻ്റെ പ്രതിധ്വനി ഉണ്ടാവും. സിനിമാ നടിമാർക്കും സിനിമയിൽ പ്രവർത്തിക്കുന്നവർക്കും ന്യായമായ ഒരു വേതനം ലഭിക്കാനും അവർക്ക് ഇതുപോലൊരു സെക്ഷൽ അബ്യൂസ് ഇല്ലാതെ അവർക്ക് അവരുടെ കഴിവ് പ്രകടിപ്പിക്കാനുള്ള വേദിയായി ഈ സിനിമാ രംഗം മാറും ഇപ്പോഴത്തെ WCCയുടെ പ്രവർത്തനം മൂലം എന്നാണ് ഞാൻ കരുതുന്നത്.